പരിശുദ്ധ റമദാൻ 25-ന്റെ പകലിൽ നാം എത്തിച്ചേർന്നു. അള്ളാഹു ഇനിയുള്ള ദിവസങ്ങളിൽ ആരോഗ്യത്തോടെ നോമ്പ് പിടിക്കാനും തറാവീഹ് നമസ്കരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ നാം നടത്തിയ നസീഹത്തിൽ അതിന് നേരെ വിരുദ്ധമായി മഹാന്മാരായ ഉലമാക്കൾ പറയുകയാണ്, ഒരു മനുഷ്യൻ അവനൊരു പാപം ചെയ്യുന്നത് യുവാവാണെങ്കിൽ ആ യുവാക്കളിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവുക അത് മോശമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ദീനിൻ്റെ കാവൽ ഭടന്മാരാണ്. പക്ഷെ ആ പാപം വൃദ്ധന്മാരിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. മദീനത്തുൻ നബവിയുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായി ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ആരാണ് അങ്ങയെ കരയിപ്പിച്ചത്? ഉമറെ, ആരും കരയിപ്പിച്ചതല്ല, ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് സന്ദേശം നൽകി. അല്ലാഹു തആല ഇന്നല്ലാഹ യസ്തഹി മിൻ അബ്ദിൻ യശുബ്ബു ഫിൽ ഇസ്ലാമി അൻ യുഅദ്ദിബഹു. അല്ലാഹു തആല നരബാധിച്ചവനെ ശിക്ഷിക്കാൻ അവന് ലജ്ജയുണ്ട്. പക്ഷെ ഫലാ യസ്തഹി ശൈഖു അൻ യുദ്നിബഹു. പക്ഷെ ഈ പ്രായമുള്ള ആളുകൾ തിന്മ ചെയ്യുന്നതിൽ നിന്ന് ലജ്ജ കാണിക്കുന്നില്ല എന്നോർത്തിട്ട് നബി തങ്ങൾ കരഞ്ഞുപോയതാണ്. പാപങ്ങൾ യുവാക്കളിൽ നിന്ന് മോശമാണ്, പക്ഷേ വൃദ്ധന്മാരിൽ നിന്ന് വളരെ മോശമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, ദുനിയാവിൻ്റെ പിന്നാലെ പോകൽ, ഭൗതിക ആർഭാടങ്ങളിൽ മുഴുകൽ, അത് സാധാരണക്കാരിൽ നിന്നും അത് മോശമാണ്. പക്ഷെ അത് ഉലമാക്കളിൽ നിന്നാകുമ്പോൾ അത് വളരെ മോശമാണ്. ആലിമീങ്ങൾ ദുനിയാവ് വാരിക്കൂട്ടുന്നത്, ദുനിയാവിൻ്റെ ആ ശീതളിമയിൽ മയങ്ങിപ്പോകുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. വീണ്ടും പറയുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിൽ അശ്രദ്ധയുണ്ടാകും, അലസതയുണ്ടാകും. അത് മോശമാണ്. നമ്മളെ സൃഷ്ടിച്ചത് ഇബാദത്തിനാണ്. പക്ഷെ ആ അലസതയും ആ ബലഹീനതയും അശ്രദ്ധയും ഉലമാക്കളിൽ നിന്നാകുമ്പോൾ അത് വളരെ ഗുരുതരമാണ്, മോശമാണ് എന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെടുകയാണ്. വീണ്ടും പറയുന്നു, ഒരു മനുഷ്യനിൽ നിന്ന് അഹങ്കാരം അത് സമ്പന്നനിൽ നിന്നാകുമ്പോൾ അത് വളരെ മോശമാണ്. കാരണം സമ്പത്തുള്ളവനാണ് അഹങ്കരിക്കുന്നത്, അതിന് ഖാറൂൻ സാക്ഷിയാണ്. പക്ഷേ ഒന്നുമില്ലാത്തവൻ, ദരിദ്രൻ, അവൻ അഹങ്കരിക്കുന്നത് അതിനേക്കാൾ ഗുരുതരമാണ്, മോശമാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അഹങ്കാരമില്ലാതെ, അലസതയില്ലാതെ, ദുനിയാവിൽ മുഖം കുത്തി വീഴാതെ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജീവിച്ച് മരണപ്പെടാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.